ഇപ്പോൾ ഈ ഒരു ചെറിയ അക്വേറിയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഫിൽറ്ററാണ്. അതായത് വാട്ടേജ് കുറഞ്ഞ ഒരു പമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 5 വാട്ടിൻ്റെ ഒരു ചെറിയ സബ്മേഴ്സിബിൾ പമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ക്യൂബ് അക്വേറിയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് ആണ് ഇത്തരത്തിലുള്ള ക്യൂബ് അക്വേറിയങ്ങളിനകത്ത് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വാട്ടേജ് കുറഞ്ഞ, അതായത് പ്രഷർ കുറഞ്ഞ ചെറിയ സബ്മേഴ്സിബിൾ പമ്പുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന ആ ബബിൾസ് അല്ലെങ്കിൽ അതിൻ്റെ വേവ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഈ വെള്ളത്തിൽ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ വല്ലാതെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവർ കുറച്ച് ഹെവി ആയിട്ടുള്ള വേവ്സിൽ പെടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തും അടിഭാഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഗപ്പികൾ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. വല്ലാതെ ഒരു സ്ട്രെസ് കാര്യങ്ങളൊന്നും നമുക്ക് അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം നമ്മൾ കുറച്ചുകൂടി വാട്ടേജ് കൂടിയ പമ്പുകളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേവ്സ് കുറച്ചുകൂടി ഹെവി ആയിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഗപ്പി പോലുള്ള മീനുകൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരമൊക്കെ അവർ പിടിച്ചു നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ടയേർഡ് ആവാനായിട്ട് തുടങ്ങും. ഗപ്പി, പ്ലാറ്റി, മോളികളൊക്കെ പെട്ടെന്ന് ടയേർഡ് ആവുന്ന മീനുകളാണ്. അവർക്ക് അത്ര ഹെവി വേവ് താല്പര്യമുള്ള മീനുകളല്ല. അതുപോലെ തന്നെ മറ്റ് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകൾ, അതായത് ഏഞ്ചൽ പോലുള്ള മീനുകൾക്കൊന്നും ഹെവി വേവ്സ് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മീനുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സീബ്രകൾ, ടെട്രകൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് വിഡോ ടെട്ര, ടൈഗർ ബാർബുകൾ. ഇത്തരം മീനുകൾക്കൊന്നും കുറച്ച് ഹെവി വേവ്സ് ഒന്നും വന്നാൽ അത്ര പ്രശ്നമുള്ള മീനുകളല്ല. മാത്രമല്ല കുറച്ച് വേവ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന മീനുകളും കൂടിയാണ് ഈ പറഞ്ഞ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ മീനുകൾ. അവർക്കാണെങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ ഹെവി വേവ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്വേറിയത്തിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള പമ്പുകൾ ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പമ്പുകളൊക്കെ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അക്വേറിയം ഷോപ്പുകളിലൊന്നും ചെല്ലുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സീരിയസ് ആവാൻ സാധ്യതയില്ല. നമ്മൾ ഈ പമ്പുകൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത് മീനുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതേപോലുള്ള മിനി അക്വേറിയങ്ങൾ അല്ലെങ്കിൽ ക്യൂബ് അക്വേറിയങ്ങളിലൊക്കെ ഒരു 4 വാട്ട് 5 വാട്ടിൻ്റെയൊക്കെ പമ്പുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 2 അടി നീളവും 1 അടി വീതിയും അതുപോലെ തന്നെ 1.5 അടി ഹൈറ്റുമുള്ള അക്വേറിയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 വാട്ടിനും 10 വാട്ടിനും ഇടയ്ക്കുള്ള പമ്പുകളൊക്കെ യൂസ് ചെയ്യാം. അതിനേക്കാളും വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20, 15 വാട്ട് 20 വാട്ട് വരെയുള്ളതൊക്കെ യൂസ് ചെയ്യാം. അത് വലിയ അക്വേറിയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല വീതിയും ഹൈറ്റും നീളമൊക്കെ ഉള്ള അക്വേറിയങ്ങൾ, അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ 20 വാട്ടിൻ്റെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വലിയ നീളമുള്ള അക്വേറിയങ്ങളിലൊക്കെ ഓസ്കാറിനൊക്കെ ഇടാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിലൊക്കെ നമ്മൾ 2 സൈഡിലും ഓരോ പമ്പുകൾ വീതം വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് 20 വാട്ടിൻ്റെയൊക്കെ പമ്പുകൾ 2 സൈഡിലും ഫിൽറ്റർ അടക്കമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നീളമുള്ള വലിപ്പമുള്ള അക്വേറിയങ്ങളാണെന്നുണ്ടെങ്കിൽ 2 സൈഡൊക്കെ ഫിൽറ്റർ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ പമ്പുകൾ സെറ്റ് ചെയ്യേണ്ടി വരും. വളരെ ഹെവി ആയിട്ടുള്ള ഫിൽട്രേഷനൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഇതുപോലുള്ള ഫിൽറ്ററുകൾ സെറ്റ് ചെയ്തിട്ടുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതുപോലുള്ള ചെറിയ അക്വേറിയങ്ങളിലൊക്കെ ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. പക്ഷേ വലിപ്പം കൂടിയ അക്വേറിയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെനിസ്റ്റർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ കെനിസ്റ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന ബക്കറ്റ് ഫിൽറ്ററിൻ്റെ ഒരു റെഡിമെയ്ഡ് വേർഷനാണ്. ഇൻഡോർ സെറ്റ് ചെയ്യുന്ന വലിയ അക്വേറിയങ്ങളിലൊക്കെ ഹെവി ആയിട്ടുള്ള ഫിൽട്രേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ബയോളജിക്കൽ ഫിൽട്രേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ ഫിൽട്രേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കെനിസ്റ്റർ ഫിൽറ്ററുകൾ തന്നെയാണ്.